ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് സാളഗ്രാമത്തെക്കുറിച്ചാണ്. സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രതീകമാണ് സാളഗ്രാമം. വിഷ്ണു പ്രതിമ നിർമ്മിക്കാനും ഈ ശില ഉപയോഗിക്കുന്നുണ്ട്. നേപ്പാൾ രാജ്യത്ത് കൂടി ഒഴുകുന്ന ഗണ്ഡകി നദിയുടെ ഉത്ഭവസ്ഥലത്തുള്ള ഒരു പ്രദേശമാണ് സാളഗ്രാമി. ഇതൊരു പുണ്യസ്ഥലമായാണ് പരിഗണിക്കപ്പെടുന്നത്. അവിടെ എപ്പോഴും മഹാവിഷ്ണുവും മറ്റ് ദേവന്മാരും വസിക്കുന്നു എന്നാണ് വിശ്വാസം. അവിടെ വസിക്കുന്ന മഹാവിഷ്ണുവിനെ സാലഗ്രാമൻ എന്ന് വിളിക്കുന്നു. ശാളഗ്രാമി എന്ന സ്ഥലം ഗണ്ഡകി നദിയുടെ ഉത്ഭവസ്ഥാനത്താണ്. അവിടെ പലതരത്തിലുള്ള ശിലാരൂപങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇവയെ സാളഗ്രാമം എന്ന് വിളിക്കുന്നു. ഈ ശിലകൾ മഹാവിഷ്ണുവിൻ്റെ അംശത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് കഥയുണ്ട്. സരസ്വതിയും ലക്ഷ്മിയും ഗംഗയും ആദ്യകാലത്ത് മഹാവിഷ്ണുവിൻ്റെ ഭാര്യമാരായിരുന്നു. അവർ തമ്മിൽ ഒരിക്കൽ ഒരു കുടുംബകലഹമുണ്ടായി. ഈ കലഹത്തിൻ്റെ ഫലമായി ദേവിമാർ മൂവരും പരസ്പരം ശപിച്ചു. സരസ്വതി ദേവി ലക്ഷ്മിയെ ശപിച്ച് ഭൂമിയിലുള്ള തുളസിച്ചെടിയായി രൂപാന്തരപ്പെടുത്തി. അങ്ങനെ ലക്ഷ്മി തുളസിയായി രൂപാന്തരപ്പെട്ട് പോകാൻ തുടങ്ങിയ ഘട്ടത്തിൽ മഹാവിഷ്ണു അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: അല്ലയോ ലക്ഷ്മി, നീ തുളസിയുടെ രൂപത്തിൽ ലോകത്തിൽ വസിക്കുകയും ശാപം നിവൃത്തിയായി കഴിയുമ്പോൾ എൻ്റെ അടുക്കിലേക്ക് പോരുകയും ചെയ്യും. അന്ന് തുളസി രൂപത്തിലുള്ള നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു നദി ഉത്ഭവിക്കും. ആ നദിയുടെ പേര് ഗണ്ഡകി നദി എന്നായിരിക്കും. ആ നദിക്കരയിൽ ഞാൻ ശിലാരൂപനായി സ്ഥിതി ചെയ്യുന്നതാണ്. അവിടെ അതിഗ്രദംഷ്ട്രകളോട് കൂടിയ അനേകം കീടങ്ങൾ ഉണ്ടാകും. ആ കീടങ്ങൾ ഈ ശിലകളെ സുദർശന ചക്രത്തിൻ്റെ ആകൃതിയിൽ തുളച്ച് അനേകം സാളഗ്രാമങ്ങളെ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന സാളഗ്രാമങ്ങൾ പല രൂപത്തിലും വലിപ്പത്തിലുമായിരിക്കും. സാളഗ്രാമത്തിലെ ചക്രചിഹ്നങ്ങളോട് കൂടിയ കല്ലുകൾ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു തന്നെയാണ്. ചക്രശിലയെ പൂജിക്കുന്ന മനുഷ്യന് പിന്നീടൊരു ജന്മമെടുക്കേണ്ടതായി വരികയില്ല. സാളഗ്രാമം പതിവായി പൂജിക്കുന്നവൻ ദമ്പവും ലോഭവും വിട്ട് ആചാരനിരതനായിരിക്കണം. ചക്രാങ്കിതമായ സാളഗ്രാമത്തെ പൂജിക്കുന്നവൻ പരസ്ത്രീകളിലും പരധനത്തിലും താല്പര്യമില്ലാത്തവനായിരിക്കണം. ദ്വാരകയിലെ ചക്രവും ഖണ്ഡകിയിലെ ശിലയും മനുഷ്യൻ്റെ 100 ജന്മങ്ങളിലെ പാപം ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കും. അനേകായിരം പാപങ്ങൾ ചെയ്തവൻ പോലും സാളഗ്രാമജലം സേവിച്ചാൽ തൽക്ഷണം പരിശുദ്ധനായി തീരും. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും വേദോക്ത പ്രകാരം ഗൃഹസ്ഥനായിട്ട് സാളഗ്രാമ പൂജ നടത്തിയാൽ മുക്തിയടയും. സ്ത്രീകൾ ഒരിക്കലും സാളഗ്രാമം പൂജിച്ചുകൂടാ. അന്താളിത്വം മൂലം സാളഗ്രാമം തൊട്ടുപോയാൽ കുലീനയും സുശീലയുമായ സൗഭാഗ്യവതി പോലും പുണ്യങ്ങൾ നശിച്ച് നരകത്തിൽ പതിക്കും. സാളഗ്രാമത്തിന്മേൽ സ്ത്രീകൾ പുഷ്പാർച്ചന നടത്തുന്നത് ഏറ്റവും വലിയ പാപമായിട്ടാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞു വരുന്നത്. സ്ത്രീ സാളഗ്രാമം തൊട്ടാൽ ഭഗവാന് ചന്ദനം വിഷച്ചോറ് പോലെയും പൂവ് വജ്രം പോലെയും നിവേദ്യം കാളകൂടം പോലെയുമായി തീരുന്നു. സ്ത്രീ സാളഗ്രാമത്തെ തൊട്ടുവെങ്കിൽ പിന്നീട് 14 ഇന്ദ്രന്മാരുടെ കാലം മുഴുവൻ അവൾക്ക് നരകത്തിൽ കിടക്കേണ്ടി വരും. ബ്രഹ്മഹത്യ പാപി പോലും സാളഗ്രാമ ജലം സേവിച്ചാൽ പരഗതി പ്രാപിക്കും. സർവതീർത്ഥ സ്നാനം, സർവയാഗാനുഷ്ഠാനം എന്നിവയാലുള്ള പുണ്യം സാളഗ്രാമത്തിൻ്റെ ഓരോ തുള്ളിയിലും സ്ഥിതി ചെയ്യുന്നു. താളിയോല എന്ന ഗ്രന്ഥത്തിൽ സാളഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത്രയൊക്കെയാണ്. താങ്ക് യു.